കരുമ്പിൽ അണ്ടർപാസിന്റെ അടിഭാഗം ഫൈനൽ ടാറിംഗ് വർക്ക് കഴിഞ്ഞു. കക്കാട് ടു കോയിച്ചന ഭാഗത്തേക്ക് ഫൈനൽ ടാറിംഗ് വർക്ക് സർവീസ് റോഡിന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തകൃതിയായ വർക്കിന്റെ ഒരു വീഡിയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കാണാൻ ഈ ഭാഗത്തുള്ള ഒരുപാട് ആളുകളുടെ അവിടെ ചർച്ചകളും ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദേശീയപാത മലപ്പുറം ജില്ലയിലെ കക്കാട് കഴിഞ്ഞ് കരിമ്പിലിൻ്റെയും കാച്ചടിയുടെയും സെൻട്രൽ ഭാഗത്ത് വരുന്ന ഒരു ചെറിയ അണ്ടർപാസ്. ആ അണ്ടർപാസിൻ്റെ അടിഭാഗത്തെ ഫൈനൽ ടാറിംഗ് വർക്കും സർവീസ് റോഡിൻ്റെ ഡ്രെയിനേജിൻ്റെ പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്തതോടെ ഇവിടെയും ടാറിംഗ് വർക്ക് നടക്കുകയാണ്. അപ്പോൾ അണ്ടർപാസിൻ്റെ അടിഭാഗത്തെയും സർവീസ് റോഡിൻ്റെ ഫൈനൽ ടാറിംഗ് വർക്കും നമുക്കൊന്ന് കണ്ടു നോക്കാം. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്കറിയാം, കരിമ്പിലിൻ്റെയും കാച്ചടി കൊടിമരം ഭാഗത്തേക്ക് ഈ ഒരു റോഡ് ഒരു 3 വർഷം മുമ്പ് ആദ്യത്തെ ദേശീയപാത ഒരു എസ് ആകൃതിയിലായിരുന്നു. പൊതുവെ ഒരു അപകട മേഖലയായിരുന്നു. ഇന്നിപ്പോൾ നമ്മളെ റോഡിൻ്റെ വർക്കുകൾ 3 വർഷം പിന്നിട്ടു. അവസാനഘട്ട ഫൈനൽ ടാറിംഗ് വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാച്ചടി ടു കരിമ്പിൽ വരെ ഏകദേശം ഒരു 5-6 മീറ്റർ ഹൈറ്റിലാണ് റോഡ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കരിമ്പിൽ അങ്ങാടി ഒരു ഉയർന്ന സ്ഥലമായിരുന്നു ആദ്യം, കാച്ചടി അങ്ങാടിയും ഉയർന്ന സ്ഥലമായിരുന്നു. അപ്പോൾ ഈ സെൻട്രൽ ഭാഗത്ത് ഒരു അണ്ടർപാസ് കൊടുത്ത് ഇരുവശത്തും 6 വരിപ്പാത ബ്ലോക്കിൽ ഉയർത്തി കരിമ്പിൽ നിന്നും കാച്ചടി വരെ ഒരേ ഹൈറ്റിലാണ് വരുന്നത്. പൂർണ്ണമായിട്ടും വളവ് നിർത്തിയില്ലെങ്കിലും കൈയുടെ പരമാവധി വളവ് നിർത്തിയിട്ടാണ് റോഡ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ടാറിംഗ് വർക്കിന് മുന്നോടിയായിട്ടുള്ള റോഡിലുള്ള കച്ചറകളൊക്കെ ക്ലീൻ ചെയ്യുന്ന വണ്ടി കണ്ടില്ലേ, അടിച്ചേരി ഫിനിഷിംഗ് ആക്കി പോകുന്ന ആ ഒരു കാഴ്ചയാണ്. പുടയൊക്കെ കിടന്ന് നിറഞ്ഞ് കടയുടെ ഭാഗത്തേക്ക് വരുന്നതിന് വേണ്ടി അവിടെ ബ്ലോക്ക് ചെയ്ത് ടാർപ്പായൊക്കെ ഇട്ടതിന് ശേഷമാണ് ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യൂ നമ്മൾ കാണുന്നത് പരിപാടികളെല്ലാം അപ്പോൾ ക്ലീനിങ് വർക്ക് കഴിഞ്ഞു. JCB ഉപയോഗിച്ച് ഇവിടുത്തെ ഓട്ടോ അങ്ങോട്ട് മാറ്റാട്ടോ. അതിവിടെ വണ്ടി മുന്നേ തട്ടിയൊരു വണ്ടിയായിരുന്നു. ഇതിപ്പോൾ ഒരു ഭാഗത്തെ സൈഡിലേക്ക് മാറ്റിയിട്ട് ആ ഭാഗത്തുനിന്ന് ടാറിംഗ് വർക്ക് ചെയ്ത് നമ്മുടെ കാച്ചടി ഭാഗത്തേക്കാണ് പോകാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല വീതിയുണ്ട്. അണ്ടർപാസിൻ്റെ ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ ഏകദേശം നമ്മൾ ആദ്യത്തെ റോഡിനെക്കാട്ടി കൂടുതൽ വീതിയിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. കാരണം ഇവിടെ ആളുകൾക്ക് സ്പെൻഡ് ചെയ്യാൻ ബാത്റൂം സൗകര്യം, റെസ്റ്റ് എടുക്കാനുള്ള റൂമുകളൊക്കെ ഈ ഒരു ഏരിയയിലെ KNRCL അതിൻ്റെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് നല്ല വീതിയിലാണ് റോഡിൻ്റെ ടാറിംഗ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പേവർ നമുക്ക് കാണാം, റോഡ് റോളർ, അതുപോലെ തന്നെ വിറ്റമിൻ സ്പ്രേ വർക്ക് നടക്കുന്ന വണ്ടി എത്തിയിട്ടുണ്ട്. അതിൻ്റെ സ്പ്രേ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ ടാറിംഗ് വർക്ക് നടക്കും. അപ്പോൾ വിറ്റമിൻ സ്പ്രേ വർക്ക് കഴിയുന്നതോടെ ഇവിടുത്തെ ടാറിംഗ് വർക്ക് ആരംഭിക്കുകയാണ്. അങ്ങനെ നമ്മളെ സെയ്താക്കൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. സെയ്താക്കാൻ്റെ ഫ്രൂട്ട്സ് കടയിൽ നമ്മളുള്ളത് ഇവിടുന്നാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സെയ്താക്ക അതുപോലെ മറ്റുള്ള ഈ പ്രദേശത്തുള്ള ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഈ ടാറിംഗ് വർക്ക് നടക്കുന്നത് കാണാനൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ടാറിംഗ് വർക്ക് നടക്കുകയാണ്. പേവർ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ബാക്ക് ചെയ്ത് ഈ ഒരു അറ്റത്ത് ഓട്ടോറിക്ഷ പറഞ്ഞ ആ ഭാഗത്തേക്ക് വരികയാണ്. അവിടുന്ന് പേവറിലേക്ക് ടാറിംഗ് ടോറസൽ ലോറിയിൽ കൊണ്ടുവന്ന് പേവർ ആ കപ്പിലേക്ക് തട്ടി ഒരേ ഹൈറ്റിൽ ഏറ്റക്കുറച്ചില്ലാതെ വളരെ സ്ട്രൈറ്റായിട്ട് തന്നെ ആ ടാറിംഗ് ചെയ്ത് പോകുന്ന ആ ഒരു വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ അവിടെ നമ്മുടെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഏരിയയിലുള്ള ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ ടാറിംഗ് വർക്ക് കാണുന്നതിന് വേണ്ടി. ഈ സർവീസ് റോഡിൻ്റെ ഫൈനലായ ടാറിംഗ് വർക്കാണ്. ഇനി ടാറിംഗ് വർക്കില്ല. ഇനി നമ്മളിതിൻ്റെ ലാസ്റ്റ് ഭാഗം വാഹനങ്ങളൊക്കെ അതുപോയി കടന്നു പോകുന്ന ടാറിംഗ് കഴിഞ്ഞതിന് ശേഷം വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന ആ ഒരു വീഡിയോ ഒക്കെ ആയിക്കാരം ഞാൻ നിങ്ങളെ കാണിക്കുക. അങ്ങനെ നമ്മൾ സെയ്താക്കാം ഹൈവേൻ്റെ റിപ്രൈസ് പിന്നെ ഫ്രൂട്ടുകാരുടെ മുന്നിലൊക്കെ ക്ലിയറാക്കി എല്ലാം കഴിഞ്ഞു. ഇനി അണ്ടർപാസിൻ്റെ ഉള്ളിലും കൂടി ഇടാനുള്ളൂ. സർവീസ് റോഡിൻ്റെ ഫൈനൽ ടാറിംഗ് വർക്ക്. ഫൈനൽ ടാറിംഗ് വർക്ക് സർവീസ് റോഡിൻ്റെ എല്ലാം കഴിഞ്ഞു. കുറച്ചും കൂടെ ഉള്ളൂ. അപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്യാൻ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഈ ഭാഗത്ത് ടാറിംഗ് കഴിഞ്ഞു. നമ്മൾ ഒന്ന് പോയേക്കും ടാറിംഗ് വർക്ക് ഈ ഭാഗത്ത് കഴിഞ്ഞപ്പോൾ റോഡ് ഉപയോഗിച്ചുള്ള അതിൻ്റെ പ്രസ്സിംഗ് വർക്കുകളാണ്. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ ഇപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ നമ്മളെ കെലിയിലെത്തിയിട്ടോ. കരിമ്പിലിൻ്റെ കാച്ചടിക്ക് വരുന്ന ഈ അണ്ടർപാസ് അഡീഷണലായി അനുവദിച്ചതാണ്. ഇവിടെ ഒരു അണ്ടർപാസ് KNRCൻ്റെ ഇതിൽ ആദ്യ ലിസ്റ്റിലില്ലായിരുന്നു. പക്ഷേ അണ്ടർപാസിനെ സംബന്ധിച്ച് കരിമ്പിലിൻ്റെയും കാച്ചടി നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ആയിട്ടുള്ളൊരു പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടെ മണ്ണിട്ട് ഉയർത്തി വരുന്നത് കൊണ്ട് ഈ ഒരു അണ്ടർപാസ് അഡീഷണലായി കൊടുക്കാൻ KNRCക്ക് സാധിച്ചു. അപ്പോൾ ആ ഒരു ഏരിയത്തെ വർക്കുകൾ ഇപ്പോൾ അതിൻ്റെ അണ്ടർപാസിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ സൈഡ് കോൺക്രീറ്റ് വാളും മുകളിൽ വെച്ച ഗർഡർ ലോഞ്ചിങ്ങും
അതുപോലെ തന്നെ അതിൻ്റെ മുകൾ ഭാഗത്തുള്ള ടാറിംഗ് വർക്കുകളൊക്കെ നമ്മൾ മുന്നേ കാണിച്ചിരുന്നു. സൈഡ് വാള് ഇരുവശത്തുമുള്ള ബ്ലോക്ക് ഉയർത്തി ക്രാഷ് ബാരിൻ്റെ വർക്കുകൾ, അങ്ങനെ അതിൻ്റെ സ്ട്രീറ്റ് ലൈറ്റ് വെച്ചതിൻ്റെ അവസാന ഘട്ടം അത് കത്തിച്ച അത് പ്രകാശിക്കുന്ന ആ മനോഹരമായ രാത്രിയിലെ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു. ഇപ്പോൾ എല്ലാ പണികളും പൂർത്തീകരിച്ച് ഫൈനൽ ടാറിംഗ് അവസാന ഘട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വിറ്റമിൻസ് പേവർ ഇപ്പോൾ അണ്ടർപാസിൻ്റെ അകത്ത് ടാറിംഗ് വർക്ക് നടക്കുകയാണ്. അപ്പോൾ ആ അണ്ടർപാസിൻ്റെ ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ സർവീസ് റോഡിൻ്റെ ടാറിംഗ് വർക്കുകളും പൂർത്തീകരിച്ചതിന് ശേഷമുള്ള ഒരു വീഡിയോ ഞാൻ അതിൻ്റെ മുകൾ ഭാഗത്ത് ഞാൻ നിങ്ങളെ കാണിക്കട്ടോ. അപ്പോൾ ഇത് കാണുന്നതിന് വേണ്ടി കുറേ ആളുകളോട് എത്തിയിട്ടുണ്ട്. നമ്മളെ അംസാക്ക, അതുപോലെ മുക്കൻ സെയ്താക്ക, ഖലീൽ, അങ്ങനെ ഷെരീഫ്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അവരുടെ സംസാരം കുറഞ്ഞ നേരം കണ്ടാവും എന്താണ്. അപ്പോൾ ഇനി ഇവിടെ കുറഞ്ഞൊരു ഏരിയയിൽ മാത്രമാണ് ടാറിങ് ചെയ്യാനുള്ളത്. കക്കാട് തങ്ങൾപ്പുഴ ഭാഗത്ത് ടാറിങ് ചെയ്തു. കരിമ്പിലങ്ങാടി ചുള്ളിപ്പാറ ഭാഗമൊക്കെ കഴിയിപ്പോൾ നമ്മുടെ ഈ അണ്ടർപാസിൻ്റെ അടുത്ത് നിന്നാണ് കാഴ്ച വലിയ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ചർച്ച കേട്ടോ, ഒന്ന് കണ്ടോക്കി കുറച്ച് അതിന്റെ അപ്പുറാണ് വണ്ടിയിൽ പോകില്ല. അത് വേണ്ട ബോഡിനെ കൂടി വൈകില്ലേ. കണ്ടെയ്നറിലൂടെ വരാൻ പറ്റില്ല. ചെയ്താക്കാരെ കച്ചവടം ശരിയാക്കല്ല. ടാറിങ് ചെയ്യുന്ന ഭാഗത്തേക്ക് വാഹനങ്ങൾ അവിടെ ഒന്നും ക്ലോസ്ഡ് അല്ലാതുകൊണ്ട് വാഹനങ്ങൾ അറിയാതെ ഈ ടാറിങ് ചെയ്യുന്ന ഭാഗത്തേക്ക് വരികയാണ്. അപ്പോൾ നമ്മളെ ഷെരീഫ് അതുപോലെ മുക്ക സെയ്താക്ക വണ്ടി വാഹനങ്ങൾക്ക് പോകാൻ വേറെ റോഡുകളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ പേവർ വെച്ചുള്ള ടാറിങ് വർക്കാണ് നടക്കാനുള്ളത്. അപ്പോൾ ആ ഒരു വർക്ക് കുറഞ്ഞ നേരം കാണാം. അപ്പോൾ ടാറിങ് കഴിഞ്ഞതിന് ശേഷം ഈ റോഡ് റോളർ അതിലേക്ക് വെള്ളം, അതിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് വെള്ളം നിറച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ വെള്ളം നിറച്ച് അതിങ്ങനെ ചെറിയ നനവോട് കൂടിയാണ് ഇതിൻ്റെ പ്രസ്സിങ് വർക്കുകളൊക്കെ നടക്കുക. അപ്പോൾ നമുക്ക് ഈ ടാറിങ് ചെയ്യുന്ന അവസാന ഘട്ട ആ ഒരു വ്യൂ കൂടി കാണിക്കാം. നല്ല ഒരു കാഴ്ച തന്നെയാണ് അതിൻ്റെ. ആ ഒരു ഹൈറ്റിൽ ടോറസിൽ നിന്ന് ആ കപ്പിലേക്ക് ടാറിങ് തട്ടി അത് വളരെ പെട്ടെന്നായിട്ട് ആ ഒരു ടാറിങ് ചെയ്യുന്ന ആ ഒരു വീഡിയോ കണ്ട് നമുക്ക് കാച്ചടി ഭാഗത്ത് എൻട്രി സർവീസ് റോഡിൽ നിന്നുള്ള മെയിൻ റോഡിലേക്ക് പോകുന്ന ആ എൻട്രി ഇട്ട ഭാഗമുണ്ടല്ലോ, ആ ഒരു ഏരിയ കാണിച്ചതിൻ്റെ മുകളിൽ നിന്നുള്ള താഴേക്ക് എല്ലാ വർക്കുകളും കഴിഞ്ഞാൽ ആ ഒരു കിടിലം വ്യൂവും കൂടി കാണിച്ചിട്ട് നമുക്ക് വീഡിയോ നിർത്താം. കണ്ടുവെക്കോ ടാറിങ് വർക്ക്. അപ്പോൾ ഇവിടെ ഈ അണ്ടർപാസിന് അടിഭാഗത്തുള്ള ഫൈനൽ ടാറിംഗ് വർക്ക് കഴിഞ്ഞു. ഈ ഒരു ഏരിയയിൽ നിന്ന് കരിമ്പിൽ ഒരു ഭാഗത്ത് നിന്ന് ഈ അണ്ടർപാസ് വരെയുള്ള ഫൈനൽ ടാറിംഗ് വർക്ക് കഴിഞ്ഞു. നമ്മൾ നിൽക്കുന്ന ഈ ഡ്രെയിനേജിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ കാണാം ഈ ഭാഗത്തെ ഈ ഫ്രൂട്ട്സ് കടൻ്റെയും അതുപോലെ തന്നെ വാഹനങ്ങൾക്കൊക്കെ പോയി കടന്നു വരുമ്പോൾ റെസ്റ്റ് എടുക്കാനുള്ള ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മളത് കറക്റ്റ് നിങ്ങളെ കാണിക്കട്ടോ. അപ്പോൾ ആ ഒരു ഏരിയയിലായതുകൊണ്ട് തന്നെ ഇവിടെ വീതിയിലാണ്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ വീതിയിലാണ് ടാറിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സർവീസ് റോഡിൻ്റെയും ഡ്രെയിനേജിൻ്റെ ഈ ഒരു ഭാഗത്തേക്കുള്ള പാർക്കിംഗ് ഏരിയ ഭാഗത്തും ടാറിങ് വർക്ക് കഴിഞ്ഞു. ഇവിടുന്ന് അങ്ങോട്ട് കാച്ചടി ഭാഗത്തേക്ക് പോവുകയാണ്. ഇനി അണ്ടർപാസിൻ്റെ ഉൾഭാഗം ഒന്ന് കറക്റ്റ് കാണിച്ചു തരാം. ഈ ടാറിങ് വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള നോക്കി. അപ്പോൾ
കുറച്ച് നമ്മളെ അബുമാഷ് അണ്ടർപാസ് കടന്ന് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഏതായാലും ഇവിടുത്തെ വർക്കുകൾ കഴിഞ്ഞു, ടാറിങ് വർക്ക് കഴിഞ്ഞു. നമ്മൾ കാച്ചടി ആ ഏരിയയിൽ നിന്ന് ആ ഒരു ഭാഗത്തെ കാച്ചടി കൊടിമരം ആ ഭാഗത്തു നിന്നുള്ള ഒരു വ്യൂ നമ്മൾ കാണുന്നത്. ഇപ്പോൾ കാച്ചടിയിൽ നിന്ന് കരിമ്പിൽ അണ്ടർപാസിൻ്റെ ആ ഏരിയ അവിടെ നിന്ന് ചുറ്റിയാൽ കാച്ചടിയുടെ നമ്മുടെ സർവീസ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് കയറുന്ന ആ ഒരു ഭാഗം. അപ്പോൾ ഇവിടെയൊക്കെ ടോറസിൽ ടാറിങ് ആയിട്ട് വണ്ടി സെറ്റായി നിൽക്കുകയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ടാറിങ് ചെയ്ത് വരുന്നതിന് വേണ്ടി. അങ്ങനെ കാച്ചടി ഈ ഒരു ഏരിയയിലെത്തി. ഇവിടുന്ന് അങ്ങോട്ട് കൊടിമരം ഭാഗം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കരിമ്പിൽ അങ്ങാടിയുടെ മൊത്തത്തിലൊരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇവിടെ നിന്നാണ് വാഹനങ്ങൾ സർവീസ് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന സ്ഥലം. അവിടെയൊക്കെ 6 വരിയിൽ ഇരുവശത്തും 3 ലൈനിൻ്റെ ടാറിങ് വർക്കുകൾ, 3 ലൈനിൻ്റെ ട്രാക്ക് വർക്കുകൾ, ഇരുവശത്തും ബാരിയറിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റ് വർക്ക്, സ്ട്രീറ്റ് ലൈറ്റ്. ഈ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഇങ്ങനെ പ്രകാശിക്കുന്ന വീഡിയോകളൊക്കെ മുന്നേ നമ്മൾ കാണിച്ചിരുന്നു. അപ്പോൾ ഈ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് താഴെ നമ്മൾ സർവീസ് റോഡിൻ്റെ ടാറിങ് വർക്ക് കഴിഞ്ഞ ആ ഒരു ഭാഗമാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ കരിമ്പിൽ ഈ ഒരു ഏരിയയിലെത്തി. കരിമ്പിൽ താഴേന്ന് കാണിച്ച ആ ഒരു ഏരിയയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ റോഡ് വെച്ചുള്ള പ്രസ്സിംഗ് വർക്കുകളാണ് നടക്കുന്ന. എല്ലാ പണികളും പൂർത്തീകരിച്ച് അപ്പോൾ ഇനി ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു വീഡിയോയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അടുത്തത് അതും കാണിച്ചിട്ട് നമുക്ക് കരിമ്പിലങ്ങാടിയിലും കക്കാട് ഭാഗവും ഒന്ന് ജസ്റ്റ് കരിമ്പിൽ ആലഞ്ചൂട് ഭാഗത്തുനിന്ന് വീഡിയോ എടുത്തതിന് ശേഷം വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഈ ടാറിങ് വർക്കുകളും സർവീസിന് ആ ഫ്രൂട്ട്സ് കാണില്ലേ ആ ഭാഗത്തേക്ക് പൊടിയൊക്കെ ഇങ്ങനെ പാറി നമ്മൾ അവിടെ ആണ്ട് മൊത്തം ഒരു മങ്ങി നിൽക്കുന്ന ആ ഒരു വീഡിയോകളൊക്കെ നമ്മൾ തുടക്കത്തിൽ കാണിച്ചത്. അപ്പം ഇതുവഴി ഇങ്ങനെ വാഹനങ്ങൾ കടന്നു പോകുന്ന ആ ഒരു വീഡിയോ. പിറ്റേ ദിവസം ഈ ഭാഗത്ത് വാഹനങ്ങളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോയാണ് ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആ വീഡിയോ കാണിച്ചതിന് നമ്മൾ കരിമ്പിൽ അങ്ങാടി കക്കാട് ഓവർപാസിൻ്റെ ആ ഒരു ഏരിയ അവിടെ നമുക്ക് വീഡിയോ ആ ഒരു ഭാഗത്തെ വീഡിയോ കാണിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇനി തായ് ഭാഗത്ത് ടാറിങ് കഴിഞ്ഞ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോ ഉണ്ടാക്കി. ടാറിങ് കഴിഞ്ഞതിന് ശേഷം അണ്ടർപാസിൻ്റെ ഭാഗത്ത് വാഹനങ്ങളൊക്കെ പാർക്കിംഗ് ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബസ്സുകളൊക്കെ പാർക്കിംഗ് ചെയ്യുമ്പോൾ ഇവിടെ ബാത്റൂം സൗകര്യം, അതുപോലെ റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യമൊക്കെ ഈ ഭാഗത്താണ് കാണാൻ നമുക്കൊരു. പിന്നീട് നടന്ന പുതുതായിട്ടുള്ള വർക്ക് അണ്ടർപാസിൻ്റെ അടിഭാഗത്തും ലൈറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ കാണിക്കാം. അണ്ടർപാസിൻ്റെ അകത്ത് കയറി നോക്കി നിങ്ങൾ ആ സൈഡിൽ സ്ട്രീറ്റ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഗർഡറിനും സൈഡ് ചുമരിനുള്ള ഗ്രേ കളർ പെയിൻറ്റ് വർക്കുകൾ, മുകളിലത്തെ ഈ 2 ഭാഗത്തെ ബാരിയറിനുള്ള ബ്ലൂ കളർ പെയിൻറ്റ് വർക്കുകൾ. അപ്പോൾ വാഹനങ്ങളൊക്കെ ആ ഓടിക്കൊണ്ടിരിക്കുന്ന സർവീസ് കൊണ്ട് ടാറിങ് വർക്ക് കഴിഞ്ഞതിന് ശേഷം വാഹനങ്ങൾ ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന ആ വീഡിയോകളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചത്. ഇനി ഇതിൻ്റെ മുകൾ 6 വരിപ്പാതയുടെ കരിമ്പിൽ നിന്നും കക്കാട് ആ ഒരു ഏരിയയുടെ വീഡിയോയും കാണിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മളിത് കാര്യമായിട്ട് ഇന്നത്തെ വീഡിയോ കരിമ്പിൽ അണ്ടർപാസിൻ്റെ ആ ഏരിയയിലുള്ള സർവീസ് റോഡ് കക്കാട് നിന്നും കാച്ചടി വെഞ്ഞൊരു ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ഒക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കൺ തന്നെ വിളിക്കുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.